ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബേസ് ഹൈമാനൂസയുടെ തിയോളജിക്കൽ ടോക്ക് സീരീസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പരിശുദ്ധ കന്യകാമറിയത്തിനുള്ള പ്രാധാന്യം ഇതോടെ കുറഞ്ഞു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും മറ്റു പല മാർപ്പാപ്പമാരും പരിശുദ്ധ കന്യകാമറിയത്തെ വിശേഷിപ്പിക്കുവാനായി ഉപയോഗിച്ച ചില പദങ്ങളിലെ ദൈവശാസ്ത്രപരമായ തെറ്റ് എന്താണെന്ന് സഭ ഒടുവിൽ ഏറ്റുപറഞ്ഞു. അതുമാത്രമല്ല, പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് പുറമേയുള്ള മറ്റ് ക്രൈസ്തവ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് ചില സെക്റ്റുകൾ ഉയർത്തിക്കാട്ടിയ ചില പ്രബോധനങ്ങളെല്ലാം സത്യമാണെന്ന് സഭ ഏറ്റുപറഞ്ഞു. പരിശുദ്ധ കന്യകാമറിയത്തോട് സഭയിൽ ഇനി പ്രാർത്ഥിക്കേണ്ടതോ മാധ്യസ്ഥം യാചിക്കേണ്ടതോ ആയ ആവശ്യം ഇനി ഉദിക്കുന്നില്ല. ഈ വക ഡയലോഗുകളും പോസ്റ്റുകളുമെല്ലാം കണ്ടും കേട്ടും ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനിലായിരിക്കുക നാം എല്ലാവരും, അല്ലേ? മാതാവിനോട് സമാധാനത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് തിരുസഭയിൽ നിന്നും ഇപ്രകാരം ഒരു ഇടപെടൽ ഉണ്ടാകേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് നാം പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് മാത്തർ പോപ്പുലി ഫിദേലിസ്? എന്തിനു വേണ്ടിയാണ് മാത്തർ പോപ്പുലി ഫിദേലിസ്? പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയിൽ നിന്നും ഉടലെടുത്ത ചില പദങ്ങളിലെ ദൈവശാസ്ത്ര ശുഷ്കതകൾ എന്താണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 2025 നവംബർ 4 പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയുടെ അംഗീകാരത്തോടുകൂടി റോമിലെ വിശ്വാസ പ്രബോധനങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയിൽ നിന്നും പുറത്തിറക്കിയ ഒരു വിശ്വാസ പ്രബോധന രേഖയാണ്, ഡോക്ട്രൈനൽ നോട്ടാണ് മാത്തർ പോപ്പുലി ഫിദേലിസ് അഥവാ വിശ്വാസികളുടെ അമ്മ എന്ന ഈ ലേഖനം. വിശ്വാസികളായ ജനതകളുടെ അമ്മ എന്ന നിലയ്ക്ക് പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി എപ്രകാരമായിരിക്കണമെന്ന് ദൈവശാസ്ത്രപരമായി വളരെ കൃത്യമായി തിരുസഭ ഈ ലേഖനത്തിലൂടെ നിർവചിക്കുകയാണ് ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ, കൃത്യമായി പറയുകയാണെങ്കിൽ 10ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ബെർണാർഡിന്റെ പ്രസംഗങ്ങൾ തുടങ്ങി ഇങ്ങോട്ട് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പല കോണുകളിൽ നിന്നും ഉണ്ടായ ഒരു ആവശ്യമായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷിക, സകല കൃപകളുടെയും ഉറവിടം, മധ്യസ്ഥ എന്നീ പദങ്ങൾ നൽകി ബഹുമാനിക്കുക എന്ന ആവശ്യം. ഈ ഒരു തലക്കെട്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകുന്നത് വഴി ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയ പരിശുദ്ധ കത്തോലിക്ക സഭ സ്നേഹത്തോടെ തന്റെ മക്കളെ തിരുത്തുകയാണ് ചെയ്യുന്നത്. ദൈവസ്നേഹത്തെക്കാൾ മാതൃസ്നേഹത്തിന് പ്രാധാന്യം കൂടുമ്പോഴും, അതുമാത്രമല്ല സ്രഷ്ടാവിനേക്കാൾ സൃഷ്ടിക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നു എന്ന് കണ്ടപ്പോഴും തിരുസഭ ഇടപെട്ടുകൊണ്ട് സത്യത്തിന്റെ വഴിയിലൂടെ തന്റെ മക്കളെ ഈ ലേഖനത്തിലൂടെ നയിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്വാഭാവികമായും നമ്മളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷിക, സകല കൃപകളുടെയും ഉറവിടം എന്നിങ്ങനെയുള്ള പദങ്ങൾ നൽകി വിശേഷിപ്പിച്ചാൽ എന്താണ് ഇത്ര കുഴപ്പം? തിരുസഭ വിശുദ്ധ ലിഖിതത്തിലൂടെയും വിശുദ്ധ പാരമ്പര്യങ്ങളിലൂടെയും നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു വിശ്വാസ സത്യമുണ്ട്. പഴയ നിയമ വാഗ്ദാനങ്ങളുടെയും പ്രവചനങ്ങളുടെയും എല്ലാം പൂർത്തീകരണമായി മനുഷ്യാവതാരം ചെയ്ത ഈശോ മിശിഹായാണ് ഏക രക്ഷകൻ. പരിശുദ്ധ ത്രിത്വമാണ് സകല കൃപകളുടെയും ഉറവിടവും അത്യുച്ചസ്ഥായിയും. വിശുദ്ധ ലിഖിതത്തിൽ തന്നെ നമുക്കിതിനുള്ള ഉദാഹരണങ്ങൾ കാണാവുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: സർവ്വജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയായ രക്ഷകന്റെ പിറവിയെക്കുറിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിന് ലഭിക്കുന്ന അറിയിപ്പിനെ കുറിച്ച്. അതുമാത്രമല്ല, ശ്ലീഹന്മാരുടെ പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം കാണുന്നു: ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന്. പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിലും ഹെബ്രായർക്കുള്ള ലേഖനം 7-ാം അധ്യായം 24-ാം വാക്യത്തിലും ഈശോ മിശിഹായുടെ ഏക മധ്യസ്ഥതയെക്കുറിച്ചും അവിടുന്ന് നേടിത്തൽകിയ രക്ഷയുടെ അനന്യതയെക്കുറിച്ചും കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെ സവിശേഷമായി ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 47-ാം വാക്യത്തിൽ മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: എൻ്റെ ഹൃദയം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന്. അതിനാൽ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്: ഈശോ മിശിഹ നേടിത്തുന്ന രക്ഷയിൽ പരിശുദ്ധ കന്യകാമറിയവും പങ്കുപറ്റിയെന്ന്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം നമ്മളുടെ ഉള്ളിൽ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. മറിയം ഒരു സൃഷ്ടി മാത്രമാണെങ്കിൽ പരിശുദ്ധ കത്തോലിക്ക സഭ എന്തിനാണ് മറിയത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നതെന്ന്? തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു, മറിയം
ദൈവമാതാവാണ്, അമലോത്ഭവയാണ്, നിത്യ കന്യകയാണ്, സ്വർഗാരോപിതയാണ്. പരിശുദ്ധ കന്യകാമറിയം ഒരിക്കലും ഈശോ നമുക്ക് നേടിത്തന്ന രക്ഷയിൽ സഹരക്ഷകയല്ല, മറിച്ച് സഹകാരിയാണ്. അവൾ ഒരിക്കലും ദൈവകൃപയുടെ ഉറവിടമല്ല, മറിച്ച് ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുക വഴി ദൈവകൃപയാൽ നിറഞ്ഞവളാണ്. പരിശുദ്ധ കത്തോലിക്കാ സഭ ഒരിക്കലും ഈശോ മിശിഹായിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രാധാന്യം നൽകിയിട്ടില്ല. മറിയം എന്ന വൃക്ഷത്തേക്കാൾ അവളുടെ ഉദരഫലത്തിനാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ പ്രാധാന്യം കൊടുക്കുന്നതും. അവൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യസ്ഥയല്ല, മറിച്ച് കാനായിലെ കല്യാണ വിരുന്നിൽ നാം കാണുന്നത് പോലെ ഈശോ മിശിഹായുടെ പക്കൽ നമുക്ക് വേണ്ടി ശുപാർശ നടത്തുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് 10-ാം പിയൂസ് മാർപ്പാപ്പ തന്റെ ചാക്രിക ലേഖനമായ ആദദിയം ഇല്ലും ലാക്തിസിമുമിൽ ഇപ്രകാരം പറയുന്നത്: ശിരസായ മിശിഹായെ തന്റെ ശരീരമാകുന്ന പരിശുദ്ധ കത്തോലിക്ക സഭയുമായി ബന്ധിപ്പിക്കുന്ന കഴുത്തിന് തുല്യമാണ് പരിശുദ്ധ കന്യകാമറിയമെന്ന്. പരിശുദ്ധ പിതാവ് 12-ാം പിയൂസ് മാർപ്പാപ്പ തന്റെ ചാക്രിക ലേഖനമായ മിസ്റ്റിച്ചി കോർപ്പോറിസ് ക്രിസ്റ്റിയിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു: ശിരസിന്റെ പ്രവർത്തനങ്ങൾ എപ്രകാരമാണോ ശരീരം മുഴുവനിലും നാഡീഞരമ്പുകളിലൂടെ വ്യാപിക്കുന്നത്, അതേപോലെ തന്നെ ശിരസായ മിശിഹായിൽ നിന്നും കൃപകൾ സ്വീകരിച്ചുകൊണ്ട് ശരീരമായ തിരുസഭ മുഴുവനിലും വ്യാപിപ്പിക്കുന്ന നാഡീഞരമ്പിന് തുല്യമാണ് പരിശുദ്ധ കന്യകാമറിയമെന്ന്. ആയതിനാൽ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ മറിയത്തിനുള്ള പ്രാധാന്യം ഇതുവരെയും കുറഞ്ഞിട്ടില്ല, അത് എന്നും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. സഭ ഒരിക്കലും തെറ്റായ ഒരു പഠനവും പഠിപ്പിച്ചിട്ടില്ല. സഭയ്ക്ക് അന്നും ഇന്നും എന്നും ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. ശ്ലീഹാകാലം 2-ാം ബുധനിലെ ഓനിസാദറംശയിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: സൂര്യനെ നിഷ്പ്രഭമാക്കുന്ന തേജസ് അവളിൽ ഉദിച്ചിട്ടും മോശയുടെ മുൾപ്പടർപ്പ് പോലെ കത്തിയെരിയാതെ നിന്ന പരിശുദ്ധ കന്യകാമറിയത്തെ സഭ ആദരവോടും ഭക്തിയോടും കൂടെ വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് രുചിയുള്ള വിഭവമായി ലോകം നമ്മളുടെ മുൻപിൽ വെച്ച് വിളമ്പുമ്പോൾ അതിലെ ശരി ഏതാണ് തെറ്റേതാണെന്ന് കൃത്യമായി മനസ്സിലാക്കുവാനുള്ള വിവേകത്തിനായി പരിശുദ്ധ റൂഹായോട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയ്ക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല, കാരണം അത് സ്ഥാപിച്ചത് ഈശോ മിശിഹായാണ്. തിരുസഭയെ നയിക്കുന്നത് പരിശുദ്ധ റൂഹായാണ്. ആയതിനാൽ സഭയോട് ചേർന്ന് നിൽക്കാം, സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാം. ദൈവം അനുഗ്രഹിക്കട്ടെ.